ഇത് ഇതിൻ്റെ ഒരു സാഷ പാക്കറ്റാണ് നമുക്ക് വെളുപ്പിനെ നാക്കിനടിയിൽ കഴിക്കേണ്ടത്. അത് തലേദിവസം പല്ല് തേച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് വെളുപ്പിനെ ഇത് കാപ്പി വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നാക്കിനടിയിൽ നിക്ഷേപിക്കുക. നിക്ഷേപിച്ച് 15 മിനിറ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള വെള്ളം കുടിക്കാം. ഇത് വെള്ളത്തിലോട്ട് ഞാൻ ഇട്ട് കാണിക്കാവേ. ഇതാണ് നമ്മുടെ ശരീരത്തെ ടോക്സിക് കുറയുന്നതിൻ്റെ കാര്യങ്ങളായി ഇങ്ങനെ. ഇത് നമ്മൾ അയൺ ലോഷനാണ്. ഇത് പുറമേ പുരട്ടുന്നതാണ്. അത് ഉള്ളിൽ കഴിച്ചാൽ മരണമായും സംഭവിക്കും. അപ്പം ഇത് ഉള്ളിൽ കഴിക്കാൻ പാടില്ല. ഇത് നമ്മൾ ഒരു പരീക്ഷണത്തിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുവാണ്. കണ്ടല്ലോ, ഇതിൽ നമ്മൾ കഴിക്കുന്ന മാഗിയാണ്. ഇത് നല്ലതല്ല എങ്കിലും ശരീരത്തിന് കഴിച്ചാൽ പല രോഗങ്ങളുണ്ടാകും. എങ്കിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഇത് ഇതിനകത്തോട്ടൊന്ന് പരീക്ഷിച്ച് നമുക്ക് നോക്കാം എങ്ങനെയാണ്. കണ്ടല്ലോ, ഇതൊന്നെടുക്കാം നമുക്ക്. കണ്ടോ, കരി പോലെ കറുത്തേ. നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് ഒഴിക്കുക. കഴുകിയിട്ടും പോകുന്നില്ലല്ലോ. ഇല്ല, ഇത് നമുക്ക് ദിവാ സീക്രട്ടിൽ ഒഴിക്കാം. ശ്രദ്ധിച്ചോണേ, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കണ്ടോ പ്യൂർ വൈറ്റായി തീർന്നു. ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ്. നമ്മൾ ശരീരത്ത് കഴിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശരീരത്ത് കഴിച്ചാലുണ്ടാവും. ഈ വിഷമാലിന്യത്തെ, അതായത് ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിസൺ, ഇത് കിടന്നിട്ടുള്ള ശരീരത്തിനുള്ളിൽ നമ്മളൊരു പോയിസൺ കഴിച്ചെന്നിരിക്കട്ടെ, ദിവാ സീക്രട്ടും നമ്മൾ പെട്ടെന്ന് എടുത്ത് കുടിച്ചാൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്ത് വെച്ച് നമ്മുടെ വായിലിട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചത്. അപ്പം ഇത് വെള്ളത്തിൽ ചേർക്കുമ്പോൾ ഈ ദിവാ സീക്രട്ട് ഈ വിഷത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ശ്രദ്ധിക്കുക. കണ്ടോ, ഇങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ ഉൾപ്രവർത്തനം നടക്കുന്ന കണ്ടോ, പ്യുവർ വാട്ടറായി തരുന്നു. കണ്ടോ, ഇങ്ങനെ തന്നെയാണ് അഴുക്ക് മാലിന്യത്തെ നമ്മുടെ ചെറുപ്പം മുതൽ കിടക്കുന്ന മുലപ്പാൽ വരെയും ഈ കുടലിൽ കെട്ടിക്കിടക്കുന്ന പല അണുക്കളും മല വിസർജനവും എല്ലാ മാലിന്യത്തെ എടുത്ത് ദൂരക്കളയും ഈ ദിവാ സീക്രട്ട്. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഓക്കെ.